നമസ്കാരം. ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. ദീപക് ആത്മഹത്യാ കേസിൽ നിർണായകമായ ചില മാറ്റങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. കേസിലെ പ്രതി ഷിംജിത മുസ്തഫ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതോടെ വലിയ പ്രതിഷേധത്തിലാണ് ദീപകിന്റെ കുടുംബം. ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തപ്പെട്ട് കോഴിക്കോട് ജില്ലാ ജയിലിൽ കഴിഞ്ഞിരുന്ന ഷിംജിത മുസ്തഫ 22 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങി. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 50,000 രൂപയുടെ ബോണ്ടും തുല്യതുകയ്ക്കുള്ള 2 ആൾജാമ്യവുമാണ് പ്രധാന നിബന്ധനകൾ. എല്ലാ മാസവും നിശ്ചിത ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും കോടതി ഉത്തരവുണ്ട്. ജയിലിന് പുറത്തിറങ്ങിയ ഷിംജിതയോട് പ്രതികരണം തേടിയെങ്കിലും ഒന്നും പറയാനില്ല എന്ന ഒറ്റ വാക്കിലൊതുക്കി അവർ യാത്രയായി. എന്നാൽ ഷിംജിതയുടെ ജാമ്യം ദീപകിന്റെ കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമാണ്. മകൻ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന അമ്മയുടെ വാക്കുകൾ ആരുടെയും കണ്ണ് നിറയ്ക്കുന്നതാണ്. മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഷിംജിതയുടെ സോഷ്യൽ മീഡിയ വീഡിയോ പുറത്തു വന്നപ്പോൾ പോലും ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന ദീപക് ഇക്കാര്യം അറിഞ്ഞിരുന്നില്ലെന്നുമാണ് കുടുംബം പറയുന്നത്. ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടിയതറിഞ്ഞ് ദീപകിന്റെ അമ്മ പ്രതികരിച്ചിരുന്നു. എൻ്റെ മോൻ ഇനി തിരിച്ചു വരില്ലല്ലോ എന്നും അവൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുമാണ് അമ്മ പറയുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ച് മമ്മിയെ ഞാൻ വരികയാണ് എന്ന് പറഞ്ഞതാണ്. ട്രെയിനിലിരിക്കുമ്പോൾ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവൻ ആ വീഡിയോയെക്കുറിച്ച് അറിയുന്നത്. അത്രയും പാവമായ എൻ്റെ കുട്ടിയെ അവർ നശിപ്പിച്ചു. അവൾക്ക് ജാമ്യം കിട്ടിയെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല എന്നും ദീപകിന്റെ അമ്മ പ്രതികരിച്ചിരുന്നു. ജനുവരി 15-ന് ഷിംജിത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ആരോപണങ്ങളെ തുടർന്ന് 17-നാണ് ദീപക് ആത്മഹത്യ ചെയ്യുന്നത്. നിലവിൽ ദീപകിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫോറൻസിക് ഫലം ലഭിച്ചാൽ മാത്രമേ കേസിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതുവരെ നീതിക്കായി പോരാടുമെന്ന ഉറച്ച നിലപാടിലാണ് ദീപകിന്റെ കുടുംബം. ഷിംജിത മുസ്തഫയ്ക്ക് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചതിനെ കുറിച്ച് അവരുടെ അഭിഭാഷക സംസാരിച്ചിരുന്നു. എല്ലാ 2-ാം ശനിയാഴ്ചയും 4-ാം ശനിയാഴ്ചയും രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഒപ്പിടണം എന്നതാണ് ഒന്നാമത്തെ ഉപാധി. വിദേശത്തേക്ക് പോകുന്നതിന് കോടതി തടസ്സങ്ങളൊന്നും തന്നെ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തിരുന്നു. മരണപ്പെട്ട ദീപകിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പരിശോധിക്കുന്നത് വരെയും ഷിംജിതയുടെ ഫോണിൽ എഡിറ്റ് ചെയ്ത വിവരങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് വരെയും അവരെ കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫോറൻസിക് പരിശോധനകൾക്ക് ഒരുപാട് സമയമെടുക്കുമെന്നും അതുവരെ ഒരാളെ കസ്റ്റഡിയിൽ വെക്കുന്നത് പ്രായോഗികമല്ലെന്നുമുള്ള വാദം അംഗീകരിച്ചാണ് കോടതി ഷിംജിതയ്ക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. നേരത്തെ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി 1 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. വീണ്ടും കസ്റ്റഡി വേണമെന്ന് പ്രോസിക്യൂഷൻ ജില്ലാ കോടതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അനുവദിച്ചില്ല. കൂടുതൽ വാർത്തകൾക്കായി ജനശബ്ദം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.